ഇല്ല, അതൊരു സേഫ് എസ്കേപ്പ് അല്ലേ. ഇനി എന്താ ആ സ്ഥാനത്ത് മാറ്റി എന്താ അർത്ഥമല്ലേ? ഞാനെന്താ പറയുന്നത്, 2024 ഏറ്റവും വലിയ വെട്ടിത്താണ് ഈ പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഇനി അയാൾ ആ സീറ്റിൽ നിന്ന് അടുത്ത കസാല അദ്ദേഹത്തെ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറക്കണം. അതാണ് സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. PHQവിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി ആ റൂമിന്റെ താക്കോലും ഫോണും പോലീസുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തിരിച്ചു പിടിച്ച് പുറത്തു നിർത്തണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്താ ആഘോഷിക്കാൻ നിൽക്കുകയാണോ? അത്ര വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങൾ? ഞാൻ മാറ്റണം എന്നല്ല പറയുന്നത്, ഞാൻ പറയാൻ ഡിസ്മിസ് ചെയ്യണമെന്ന് എൻ്റെ ആവശ്യം. അറ്റ്ലീസ്റ്റ് സസ്പെൻഷൻ മാറ്റല് നമ്മൾ പറയുന്നില്ലല്ലോ. അത് ആദ്യത്തെ ആഴ്ച ഞാനിപ്പോൾ അദ്ദേഹത്തെ മാറ്റണം എന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണം. അന്വേഷണം നടത്തിയിട്ട് ആദ്യം സസ്പെൻഡ് ചെയ്യണം, വിളിക്ക് നിർത്തണം. PHQവിൻ്റെ നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല? മാറ്റിയാൽ മതിയോ? ഒരു അഭിപ്രായം പറയണം. പത്രം വിട്, അൻവറിനും വിട്, MLA പോട്ടെ, പത്രക്കാരനും പോട്ടെ. താങ്കളൊരു വ്യക്തി എന്ന നിലക്ക് ഈ പറഞ്ഞയാളെ മാറ്റി നിർത്തണോ അതോ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തണോ? എന്താ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വ്യക്തിപരമായി പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊന്നും ഒരാൾക്കും ഒരു ആത്മവിശ്വാസമില്ല, മനസ്സിലായി? നിങ്ങൾക്ക് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യാണ്. പിന്നെന്താ, ഗ്രാസ് റൂട്ട് ലെവലല്ല അത്. എന്താ പറയാ, ആളുകളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈവൻ ഇപ്പം എൻ്റെ കയ്യും കാര്യം വെട്ടെന്ന് പറയുന്ന പ്രസംഗിച്ച എന്താ മുദ്രാവാക്യം വിളിച്ച ആ കുട്ടികളുടെ മനസ്സിലുണ്ട്. അവരൊന്നും ഇപ്പം അവർ സ്വയം വിളിക്കില്ലല്ലോ. ഇത് പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് വിളിക്കുന്ന മെസ്സേജ് ഇടണം. പരിപാടി കഴിഞ്ഞ് വന്നിട്ട് മെസ്സേജ് ഇടണം, അനുവാക്ക നിങ്ങളൊന്നും വിചാരിക്കരുതിട്ടോന്നുണ്ട്. ഉറപ്പല്ലേ? എനിക്ക് അവരുടെ ഒരു വിരോധമില്ല. അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെ കേരളത്തിൽ മൊത്തം. അത്രേ ഉള്ളൂ. അതൊന്നും ഇപ്പോൾ വലിയ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ. കയ്യും കാലും വെട്ടൊരു പരാതി കൊടുത്താൽ എത്ര ആളെ പേര് കേസെടുക്കും? അതെ, ഞാൻ കൊടുത്തിട്ടില്ല. ഞാനത് പലരും പറഞ്ഞു കേസ് കൊടുക്കണം, ഞാൻ കൊടുത്തില്ല. കാരണം എന്തിനാണ്? ഇവരാണ് ഇത്രയും കാലം PVN പറഞ്ഞ് ഉണ്ടാവാതെ വിളിച്ചത്. പിന്നെ എന്നെന്ത് കയ്യും കാലും വെട്ടെന്ന് പറഞ്ഞതിന് അത് അവർ സ്വയം പറയല്ല, പറയിപ്പിക്കുകയാണ്. സ്വയം പറയുകയാണെങ്കിൽ നമുക്ക് ആ വഴിക്കാലോചിക്കായിരുന്നു. അതുകൊണ്ടാണത് വിട്ടത്. അവർ ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ നിലവാരത്തിൽ നിന്ന് ഉയരത്തക്ക രീതിയിലുള്ള സംവിധാനം ജനങ്ങൾ ഇവിടെ ഉണ്ടാവും. ആരും അക്കാര്യത്തിൽ ഒരു ഭയപ്പാടും വേണ്ട. ഈ വിഷയത്തിൽ വന്നിറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ നാട്ടിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അവരെ മക്കൾക്കെങ്കിലും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങും. ഓക്കെ, ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ജനം നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ PVN കൂടെ ആളുണ്ടല്ലോ. എന്താ അവരെ കൂടെ ഒന്നുകൊണ്ടാ? ഞാൻ പിന്നിൽ നിന്നൊന്നും നയിക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല. എന്ത് റിസ്ക്കും ഞാൻ ഒറ്റയ്ക്ക് മുന്നിൽ നിന്നാണ് ഞാൻ നയിക്കാറ്. ഇതും അത് തന്നെയായി ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നത്. നീ പോയിട്ട് അതങ്ങോട്ട് ചെയ്യുന്നിട്ട് ഞാൻ വരാമെന്ന് പറയുന്നില്ല. ഞാൻ നേരിട്ട് പോയിട്ട് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വാന്നാ ഞാൻ പറയാറ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. അതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. 57 വയസ്സായി. ഏറ്റവും ചുരുങ്ങിയ 15 വയസ്സിൽ തുടങ്ങിയിട്ടില്ല സ്കൂൾ ലീഡറായ അന്ന് തൊട്ടിട്ട്. അപ്പോൾ എത്ര വയസ്സായി? 57 15 കഴിച്ചാൽ 42 കൊല്ലമായില്ലേ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് ഏറ്റവും ചുരുങ്ങി. അപ്പം അന്ന് തൊട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് അതാണ്. ഓക്കെ, അല്ല CPM എല്ലാ നിലക്കും ബാധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ AKG സെന്റർ പൊളിച്ചു പോരേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും പോകണില്ല. ഈ സംവിധാനം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ബാക്കിയുള്ളതും ഈ എന്താ പറയുക, ഈ ഫാസിസത്തിനെതിരെ പോരാടുന്ന നല്ലവരായ സംശുദ്ധരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുള്ളൊരു നാടാണ് കേരളം. അവർക്ക് എന്നെ കൊണ്ട് ക്ഷീണം പറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയവുമായി ഇഴകിച്ചേർന്ന് അണ്ടർഗ്രൗണ്ട് ധാര, ഈ നെക്സസുമായി പ്രവർത്തിക്കുന്നവർക്കെതിരാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. അല്ലേ? എന്തിപ്പെന്നറിയോ, മനുഷ്യനോടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാലം. നിങ്ങൾ മുമ്പും ചോദിക്കും നിങ്ങളെ കൂടെ ആരാ, പിന്നിലാരാ, നിങ്ങൾ എന്തൊക്കെ അനലൈസ് ചെയ്തു. അവരായിരിക്കും, ഇവരായിരിക്കും, ഒരു ഘട്ടത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കും, മുഖ്യമന്ത്രിനെ പറയിപ്പിക്കുകയായിരിക്കും. ഇപ്പം ഇനി വേറെ ആരെങ്കിലാണോ? ഞാനൊരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു. ഇത് ജനങ്ങളുമായിട്ടൊരു കൂടിയാലോചനയ്ക്ക് ശേഷം നമുക്ക് തീരുമാനം എടുക്കാം. അത്രേ ഉള്ളൂ. എനിക്കൊരു ബേജാറില്ല. ഈ 3 അക്ഷരമല്ല ഇപ്പോൾ മനുഷ്യൻ എന്തൊക്കെയാ പേടി. ഇപ്പോൾ ഒരു MLA നിലയ്ക്ക് ഈ 3 അക്ഷരം അത് നാളെ രാവിലെ വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാർ. മനസ്സിലായോ? രണ്ടാമത്തെ പ്രശ്നം എന്താ? ജയിലിൽ അടക്കപ്പെടുമോ? ഞാൻ റെഡി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മളെ ബന്ധുക്കളോട് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. ജയിലിൽ സിഗരറ്റ് കിട്ടില്ല. അത് നല്ല ശീലമെന്നുള്ള അഭിപ്രായം കൊണ്ടല്ല, അതിപ്പോൾ അങ്ങനെ ശീലിച്ചു പോയി പാരമ്പര്യമായിട്ട്. നിങ്ങൾ സിഗരറ്റ് എത്തിച്ചേരണമാണ്, അത്ര എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താ? ചിലപ്പോൾ അവർ കൊല ചെയ്യപ്പെടും. അതും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താണെന്ന്
പിന്നെ പ്രതിപക്ഷ നേതാവിനോട് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇപ്പം എന്താ പാർക്ക് എന്താ പൊളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുമ്പിള് കഞ്ഞിയും ഉണക്കമീനും ഒരു തോർത്ത് കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്ത് പേടിക്കാനാണ്? പിന്നെ പേടിക്കേണ്ട മക്കളെയും ഭാര്യമാരെയും കാര്യത്തില്ല. ഓലിക്കൊരു പേടിയില്ല, നിങ്ങൾ പൊയ്ക്കോന്നാ പറയുന്നത്.